നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ തേഴ്സ്ഡേ എപ്പിസോഡ് പ്ലസ് നമ്മുടെ ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ കേട്ടോ. ഇന്നലെ ദിവസം വീഡിയോ സ്കിപ്പായിട്ടോ, അതാണ് പറ്റിയത്. എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇവിടെ സ്കൂൾ തുറന്നു. നമ്മളെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകുന്നുണ്ട്. മോൻ 8th-ലായി, പക്ഷെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് നല്ല പ്രശ്നമാണ് സ്കൂളിലേക്ക് പോണ സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ അല്ല, പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി രാത്രി ഇങ്ങനെ തുടങ്ങും ചെറിയ കരച്ചിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയത്താണ്, പക്ഷേ രാത്രി ഇപ്പോൾ 12 ആയല്ലോ. അപ്പോൾ ഈ സമയത്തേക്കാണ് നമ്മൾ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഏകദേശം ഇങ്ങനെ കരച്ചിലും ഇതൊക്കെ. അവളെ കരച്ചിൽ മാറ്റി ഒരുമിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മളെ വീഡിയോ മിസ്സായി. ചോദിച്ചവർക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഏകദേശം രാവിലെ 7 മണിക്കാണ് വീഡിയോ ഇടുന്നത്. ഒരു 9 മണിയോട് കൂടി മെസ്സേജസ് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു, ബിഗ് താങ്ക്സ് ഉണ്ട്. ഇനിയും ആരെങ്കിലും ഒരുപാട് പേര് അന്വേഷിച്ചു, വയ്യായിനെ കുറിച്ചിട്ട് ചോദിച്ചു, അലർജീനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശവനപ്രാശം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ താങ്ക് യു, ഒരുപാട് താങ്ക് യു. മീൻസ് അല്ല. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്നും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും വീഡിയോസ് ഇടാൻ. നമ്മൾ പരിപാടിക്ക് കിടക്കാം. ഇത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ എല്ലാ ബിഗ് ബോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഒരുപാട് ഫൺ എലമെൻ്റ് ഉണ്ടായിട്ടുള്ള, അല്ലേ, അടിപിടി ഒന്നും ഇല്ലാത്ത ഫൺ എലമെൻ്റ് ഉണ്ടായിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ലൈവ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസം. ലൈവ് എന്ന് വെച്ചാൽ സാധാരണ എന്നും നമ്മളിപ്പോൾ രണ്ടും പറയണല്ലോ, എല്ലാ ദിവസവും വന്നിട്ട് ഭയങ്കര ബോറായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയല്ലേ. ഇന്ന് പക്ഷേ ലൈവ് ഉണ്ടല്ലോ, രാവിലെ ഈ ഒരു ടാസ്ക് ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം അത് കഴിയണ വരെ ശരിക്കും ലൈവ് ഇരുന്ന് കണ്ടു കേട്ടോ. ഭയങ്കര രസമായിരുന്നു പറഞ്ഞാൽ ഏറ്റവും സൂപ്പറായത് പറയാം. പക്ഷെ അല്ലാണ്ട് ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പലർക്കും പലതും ചെയ്യാനില്ലല്ലോ, ചെയ്യാൻ കൂടുതലുള്ളവർ നന്നായി അത് ചെയ്തു, അല്ലാത്തവർ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അർജുനെ പറയാതിരിക്കാൻ പറ്റില്ല. പറയേണ്ട പേര് അർജുൻ. അയ്യോ, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് സൂപ്പറായിരുന്നു പറഞ്ഞാൽ ചിരിച്ച് ഒന്നും ആലോചിക്കുന്നില്ല അർജുൻ. അത് ഒരു ആള് സൂപ്പറായി ചെയ്യാണ്. അതും നോറയുടെ എല്ലാ വശങ്ങളും, നോറ ചെയ്യാറുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് അർജുൻ ചെയ്തത്. അതാണ് ഈ ഒരു മനുഷ്യന് ഏറ്റവും ഫസ്റ്റ് വേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. ആൾക്കാരെ ഒബ്സർവ് ചെയ്യാന്നുണ്ട്. അതാണ് ഈ മൂവി ഇൻഡസ്ട്രിയിലൊക്കെ പറഞ്ഞത്. അർജുനൊക്കെ ഒരുപാട് ഈ മൂവി ആസ്പയർ ചെയ്ത് നടക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അഭിനയിക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വേണ്ടത് ഒബ്സർവേഷൻ. ഒരാൾ ഒബ്സർവ് ചെയ്യാൻ ചില്ലറ സംഗതി ഒന്നല്ല, അത് പെർഫെക്റ്റ് ആയിട്ടില്ലേ. അത് ജാസ്മിന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. പിന്നെ അതിന് വേറൊരു സംഗതിയും കൂടി ഉണ്ട്. ജാസ്മിൻ നന്നായിട്ട് എല്ലാരും ഒബ്സർവ് ചെയ്യും. എല്ലാരും ഈ നോറേനെ ജാസ്മിൻ ശരിക്കും നന്നായി ചെയ്യും. കാരണം അതിന്റെ മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ അത് ഭയങ്കര സങ്കടമായിരുന്നു നോറ കിട്ടില്ല. പക്ഷെ സിജോനെ നന്നായി ചെയ്തു. ചില ആക്ഷൻ ഒക്കെ ഉണ്ട്, ചുണ്ട് പിടിക്കുന്ന ആക്ഷൻ, കൈവത്തുന്ന ആക്ഷൻ, ആ കാൽക്കുലേഷൻ. അപ്പൊ നമുക്ക് അതിലേക്ക് പറയാം അല്ലേ. പിന്നെ അതിലെന്താന്ന് വെച്ചാല് ഈ ക്യാരക്ടേഴ്സ് കൊടുത്തപ്പോൾ എനിക്കതിൽ സീരിയസ് ആയിട്ട് ഈ ഇങ്ങനൊരു പരകായ പ്രവേശം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി നമ്മൾ എക്സ്പെക്ട് അല്ല, നമ്മൾ നോക്കിയിരുന്ന ഒരു വ്യക്തി സിജോ ആയിരുന്നു കേട്ടോ. സിജോക്ക് ആക്ച്വലി ജിൻഡോ ആള് നന്ന്, പക്ഷെ ജിൻഡോക്ക് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ജിൻഡോക്ക് അങ്ങനെ ആക്ടിങ് ആയിട്ട് ഇമിറ്റേറ്റിംഗ് ആൻഡ് ആക്ടിങ് കേപ്പബിലിറ്റി ജിൻഡോ ചെയ്തു. പക്ഷെ ജാസ്മിന് കൊടുത്ത സ്ഥിതിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ജാസ്മിന് പിന്നെ ജിൻഡോ അതുപോലും പറഞ്ഞില്ല. സംഭവം എന്താണെന്നറിയോ, 2-3 കേസോടെ ഇപ്പൊ അർജുന്റെ പെർഫോമൻസ് ഇത്രയും നന്നാവാനുള്ള റീസൺ എന്താ വെച്ചാൽ അത് നോറയാണ്. കാരണം നോറ ഒരു കോണ്ടന്റ് മേക്കറാണ്. ബിഗ് ബോസിൽ നോറയുടെ ഒരുപാട് കോണ്ടന്റ്സ് ഉണ്ട്. നോറേനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അത് അർജുനെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് കിട്ടുന്ന സമയത്ത് അവിടെ സൂപ്പറായി. ഓക്കെ, ഇതേ സെയിം സിറ്റുവേഷനാണ് നോറേനേക്കാളും ഒന്നും കൂടി 2 പടി മുകളിലാണ് പെർഫോമൻസ് വൈസിൽ ജാസ്മിൻ ഉള്ളത് ശരിക്കും. കാരണം പെർഫോമൻസ് ഇൻ സെൻസ് അതിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നതും മാനറിസംസും ആക്ഷനും മിമിക് ചെയ്യാൻ പറ്റിയ സാധനമായിരുന്നു.
സീരിയസ്ലി അത് അൺഫോർച്ചുനേറ്റ്ലി ബിഗ് ബോസ് കൊടുത്തത് ജിൻഡോക്ക് മാക്സിമം ജിൻഡോയുടെ കഴിവിന്റെ മാക്സിമം ജിൻഡോ ചെയ്തു. എല്ലാവർക്കും ഒരുപോലെ പക്ഷെ ജിൻഡോ ആലോചിച്ചില്ല തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയാ ചെയ്ത് ജാസ്മിൻ ആ മറ്റു സംഭവങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതായത് പഠിത്തത്തിൽ ഒരു അടി ഗബ്രി പോവാനുള്ള കാരണം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇതൊക്കെ ചെയ്യായിരുന്നു ഗബ്രി പറഞ്ഞ് നടക്കണൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര കോമഡി ആവുമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്തൊക്കെ ചെയ്യണ്ടായിരുന്നില്ലേ ബാപ്പ വിളിക്കുക. ജാസ്മിൻ ശരിക്കും ജാസ്മിൻ എടുക്കുന്ന ആൾക്കാണ് ഈ സീസണിൽ ഈ പരകായ പ്രവേശനത്തിന് ഏറ്റവും സൂപ്പറായിട്ട് കോണ്ടന്റ് ഉണ്ടാവുക. ചിലപ്പോൾ സിജോക്ക് കൊടുത്തത് ഈ പൊളിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ സിജോന്റെ ഭാഗത്ത് നല്ല സിജോക്ക് നല്ലൊരു ഇത് കിട്ടണമെന്നില്ല. അത് അൺഫോർച്ചുനേറ്റ് ആയി പോയി. അത് നമുക്ക് പ്രേക്ഷകർക്ക് മിസ്സായി പോയി. പക്ഷെ സിജോ ശ്രീധൂര് നന്നായി ചെയ്തു. പക്ഷെ ശ്രീധൂര് അത്രേ ചെയ്യുള്ളൂ. പിന്നെ ഒരു കോമഡി എന്ന് വെച്ചാൽ നോറ നന്നായി ചെയ്തു അഭിഷേകിന്. പക്ഷെ നോറയ്ക്ക് അത്രേ ചെയ്യുള്ളൂ. കാരണം അഭിഷേക് അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കണു, എന്താ പറയാ, ബോറടിക്കണു, മൂടില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെയാണ് എപ്പോഴും. ഋഷി നന്നായി ചെയ്തു ജിൻഡോനെ. പക്ഷെ എടുത്ത് പറയാൻ പറ്റിയ ഭയങ്കര പ്രകടനമായിരുന്നു നമ്മളെ അർജുനും. അതെ, അർജുൻ. പിന്നെ ജാസ്മിനും അതേപോലെ അവരാണ് ഇന്നത്തെ ഷോ കംപ്ലീറ്റ് കൊണ്ടുപോയത്. പിന്നെ നോറയുടെ കരയാൻ പോക്കും അതിന്റെ ഉള്ളിൽ ചെന്നിരുന്ന് കരയണ സമയത്ത് ഇവര് പോലും ക്യാരക്ടേഴ്സ് വിട്ടിട്ട് കരഞ്ഞു. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നോറ അതിലിടയ്ക്ക് ക്യാരക്ടറിന്ന് പുറത്തിറങ്ങി, അഭിഷേകിന്റെ ക്യാരക്ടറിന്ന് പുറത്തിറങ്ങി കിച്ചണിക്ക് പോലും അല്ലേ. അടിപൊളിയായിട്ടുണ്ട്. ആ കാട്ടുതീ ഇവരല്ലേ ഇവളല്ലേ എന്താ പറയാ, തീ വെച്ചിട്ട് ഗ്യാസ് കത്തിക്കണം, തീ തുപ്പി ഗ്യാസ് കത്തിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗ്യാസ് കത്തിക്കുക. ഇറ്റ്സ് ലൈക്ക് റിയലി നൈസ്. അടിപൊളിയാണ് അല്ലേ. ഇത് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളും വേണം. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിനേക്കാളും മുന്നേ ഇങ്ങനത്തെ ടാസ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം ഉണ്ടായിരുന്നത്. പിന്നെ ഉർവശി, നമ്മളെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി വന്നു. അയ്യോ, ഉർവശിനെയൊക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാ. ഞാൻ ഉർവശീനെ കണ്ടപ്പോൾ കൂടെ എനിക്ക് അൻസിബേനെ മിസ് ചെയ്തു. കാരണം വെച്ചാൽ ഉർവശി ഉണ്ടായിരുന്ന വെച്ചാൽ ഒരു പക്ഷേ അൻസിബ ഉണ്ടായിരുന്നെങ്കിൽ ഉർവശി മാം ഒക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ആ ഒരു എന്താ പറയാ, ക്വസ്റ്റ്യൻ മാത്രമല്ല ആരാണ് ഉർവശി എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കി പെരുമാറുമായിരുന്നു. ആർട്ടിസ്റ്റിന്റെ വലിപ്പം ശരിക്കും അറിഞ്ഞ് അത് ആരാന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സംസാരം ഡെലിവറി ചെയ്യാൻ പറ്റിയൊരു അല്ലേ അവിടെ കേട്ടോ. എന്താണെന്ന് പുതിയ മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു. ട്രെയിലർ ഫസ്റ്റ് അവർ തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ സ്പോൺസർ ടാസ്ക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് എന്താ സംഭവിച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് കണ്ടില്ലെങ്കിലും ഇത് അതൊന്നും മുഴുവൻ കാണിച്ചില്ല. ഏതൊക്കെയോ കേസ് പറഞ്ഞോട് കാണിക്കാത്ത. പിന്നെ ലൈവിലുണ്ടായിരുന്നത് ഫുള്ളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു ലൈവിലുണ്ടായിരുന്നത്. ചിലത് കാണിച്ചു. അയ്യോ, പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് പിന്നെ എപ്പിസോഡിൽ കാണിച്ചിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടാസ്കിൽ നമ്മുടെ ബിഗ് ബോസ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. ബിഗ് ബോസും അതിൽ കൂടി, അതായത് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് നോറയുടെ ഉണ്ടായ സെയിം കഥ കാണിച്ചു. നോറ എന്താ പ്രശ്നം, നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണ എനിക്കൊന്നും മനസ്സിലാവില്ല. ഒബ്സർവേഷന്റെ സ്ട്രെങ്ത് പറയാൻ കാരണം എന്താ അറിയോ, പറയാൻ കാരണം ഒബ്സർവേഷനും പിന്നെ ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ദീർഘവീക്ഷണം എന്തായാലും പറയാറില്ല. ഈ അർജുൻ ഇപ്പം എന്തായാലും നമ്മൾ കാണുന്നത് പോലെ നോറ സീക്രട്ട് റൂമെന്ന് കൺഫെഷൻ റൂമിൽ ചെന്നിരുന്ന് കാണിക്കുന്ന സംഗതികൾ അർജുൻ എന്തായാലും ഡയറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാളുടെ മാനറിസംസ് എടുത്ത് വായിച്ചിട്ട് നോറ തന്നെ സീക്രട്ട് റൂമിൽ ചെന്നിരുന്ന പോലത്തെ ആ ഇംപ്രഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എത്രത്തോളം ആ വ്യക്തി പെർഫോം ചെയ്തു അല്ലേ. സീരിയസ്ലി അടിപൊളി. പിന്നെ മാത്രമല്ല സ്ക്രിപ്റ്റിങ്ങിനും കഴിവുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് മറന്നുപോയി, വീണ്ടും എഴുതി വെച്ചില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇവൻ പറഞ്ഞത് പെർഫെക്റ്റാണ്. കാരണം സംഗതി കണ്ടോ, 3-ാം ദിവസം വന്നപ്പോൾ യമുന റാണീൻ്റെ ചായപ്പൊടി കഥയും പാൽപ്പൊടി കഥയും മുട്ട പൊട്ടിയ കഥയും എന്നൊക്കെ പറയുമ്പോൾ നോറ എത്രത്തോളം പിന്നെ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചിരുന്നു. അത് പിന്നെ ഒരു ടാസ്കിന് വേണ്ടി കുറച്ച് ബേസിക്കലി അണ്ടർലൈൻ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ. കുഞ്ഞു കാര്യം അയ്യോ ഭയങ്കര രസമായിരുന്നു. അതേപോലെ മുടി വിഗ് എന്താ പറയാ, അത് കൊളാബ് ചെയ്തു. അപ്പൊ അത് അവിടുന്ന് വെച്ചില്ല, അത് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ കുറേ കോമഡികൾ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള കോമഡി ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസം അല്ലേ. പ്രശ്നങ്ങളല്ല, പക്ഷെ നമുക്കിത് ഒരു ഫൺ എന്റർടൈനിങ് ആയിരുന്നു. ലൈവ് കണ്ടു എന്ന് വെച്ചാൽ നഷ്ടമില്ലാത്തൊരു ദിവസം ഇത്. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അത്ര തന്നെയുള്ള ചെറിയൊരു വീഡിയോ. പിന്നെ ഇനി ഞാൻ വേറെ 2 വീഡിയോ കൂടി ചെയ്യണമെന്ന് ഇരിക്കുന്നുണ്ട്. 2-3 വിഷയങ്ങളുണ്ട്. സിബിൻ്റെ കാര്യമുണ്ട്, പിന്നെ സീക്രട്ട് ഏജൻറ്റ് പുറത്തിറങ്ങിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റിയാക്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് വീഡിയോസ് നമുക്ക് റിയാക്ട് ചെയ്യാനുണ്ട്. സമയത്തിനനുസരിച്ച് ഓൾറെഡി ലേറ്റായി.
പിന്നെ അപ്പോൾ തന്നെ പിന്നെ അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം പിന്നെ ഓൾറെഡി ആണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ചും കൂടി വീഡിയോസ് ചെയ്യണം എന്നുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്ലീസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന്, രണ്ടാമത്തെ കേസ് മിസ് ചെയ്യുന്നവർക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് അല്ലേ ഇതോ? തീർത്തില്ല. ഞങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞല്ല. ഞങ്ങളൊരു ദിവസം ലൈവ് ഇടാന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഇതുവരെ ലൈവ് പോയിട്ടില്ല. ഒന്ന് കാരണം ആ സമയത്ത് പിന്നെ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. രണ്ടാമത്തെ കേസുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എൻ്റെ ബയോയിലുണ്ട്. അബൌട്ടിൽ നോക്കി അറിയാം, GoPro.Machan എന്നാണ് കേട്ടോ. GoPro Machan എന്നുള്ളത് .Machan. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവ് തന്നെ പ്ലീസ് കോൺടാക്ട് ചെയ്യാം. ഭയങ്കര സന്തോഷമുള്ളൂ. ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ മലപ്പുറത്തൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തർ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഇവരോട് സംസാരിച്ചിട്ട് വരുമ്പോൾ ഒരു രസമാണ് അല്ലേ? അപ്പോൾ ആരെങ്കിലും നമുക്ക് സംസാരിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ഫാമിലി മെമ്പർ എന്നുള്ള കണ്ടീഷനിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. വേറൊന്നുമില്ലല്ലോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഒരു അടിപൊളി ദിവസമായിട്ട് ആശംസിക്കുന്നു. നാട്ടിൽ മഴയൊക്കെ ആയിട്ട് എല്ലാ അടിപൊളിയായിട്ട് എല്ലാവരും ഉഷാറായിട്ടിരിക്കും. ബൈ.